ക്ലാസ്സിൽ കയറണ്ടേ? കേറിയതിന്റെ ഒക്കെ റിസൾട്ട് വന്നല്ലേ, തൊലിച്ചു വെച്ചേക്കുന്നു. അപ്പൊ കേറണ്ട. സുജിത്ത് നമ്മളോട് ഒരുമിച്ച് നടന്നട്ടെ. മാർക്ക് വന്നപ്പോ അവൻ ടോപ്പർ. അവൻ ബാക്ക് ബെഞ്ചിൽ നിന്ന് ഫ്രണ്ട് ബെഞ്ചിലേക്ക് പോകുള്ള പരിപാടിയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഫ്രണ്ട് ബെഞ്ചെടുത്ത് ഞാൻ ബാക്കി ഇടും. നമ്മളറിയാതെ അവൻ സ്പെഷ്യൽ ക്ലാസ്സിന് പോകുന്നുണ്ടോ എന്നൊരു സംശയം. എനിക്ക് തോന്നുന്നു അവന്റെ അച്ഛ ആരെയോ രാത്രി വീട്ടിൽ വിളിച്ച് കേൾക്കുന്നുണ്ട്. അതാരെ? സാറിന് സ്പെഷ്യൽ ക്ലാസ്സിന്. ഓ, പഠിക്കുന്നവരൊക്കെ ആദ്യം പോടെ, നല്ല ഫ്രണ്ട് ബെഞ്ച് ഇരിക്കാൻ പറ്റൂ. നിന്നെ തന്നെ കൂടെ കിടന്ന് കുതിരക്കാല് വെട്ടാൻ പറ്റും നിനക്ക്, കൂട്ടിക്കൊടുക്കാൻ പറ്റും നിനക്ക്, പക്ഷെ ചതിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റിയല്ല. നീ കൊല്ലത്ത് പറഞ്ഞു കോട്ടയം പോകുന്നതിന് കാര്യം പറയടാ. ഇത് പ്രമോദ് സാർ കാത്തിരിക്കുന്ന പൈതകോറസ് തീറ്റയും പറ്റ് നിനക്ക് മുണുങ്ങാൻ. ഒരുമിച്ചോ? ഓ, സാറിന് നമ്മളോടൊക്കെ ഇരിക്കൂ. അവൻ പ്രമോദ് സാറിന്റെ മടിയിലല്ലേ ഇരിക്കും. നിനക്ക് എത്ര മാർക്കടാ? 52. നിനക്കാ? അര. വൈകിട്ട് എടുത്ത കുപ്പിയുടെ കാര്യമല്ല ചോദിച്ചത്. 2.5. എനിക്ക് എത്ര? 4. ഓ 4 40 ഇന്ന് നീ 4 വാങ്ങിച്ചാൽ നാളെ 40 വാങ്ങിക്കത്തില്ല. 4 കണ്ട് 40 വാങ്ങിച്ചാൽ ഞാൻ നിന്റെ കൂടെ നടക്കൂടാ മധുരക്കിഴങ്ങ്. ഇന്ന് മുതൽ സുയിത്ത് വേറെ മൊയ്ത്ത വേറെ. എന്റെ പേരെന്തുവാടാ? മോഹൻജിത്ത്. മോഹൻജിത്ത്. എടാ നിന്നെയൊക്കെ കാട്ടി 2 മാർക്കില്ലടാ കൂടി പോയത്. ആ 2 മാർക്ക് എവിടുന്ന് വന്നപ്പോ നീ ഇതൊന്നും ഇവിടെ പറ്റത്തില്ല. അത് ചോദിക്കാൻ താനാരോ സാറേ? എന്തിനാണ് അവന്റെ കഴുത്തി കയറി പിടിച്ചത്? സാറേ 2 അത് ഇവിടെ അല്ല, അവിടെ പോയിട്ട് വാ. സാറേ കൂടെ അന്ന് നീ കൂടെ പോകാൻ ഒറ്റയ്ക്ക് അറിയത്തില്ലേ? അതല്ല സാറേ, കൂടെ നടന്നിട്ട് ഒരുമാതിരി ഉമ്മാക്കിയ പരിപാടി കാണിച്ചു. സാറടാ ഞാൻ. ഇല്ല സാറേ, തെണ്ടിത്തരോ സാറേ കാണിച്ചു. എന്ത് സാറ് അവന് കൂട്ടിക്കൊടുത്തില്ലേ? തെമ്മാർത്തരം പറയുന്നോടാ. അതല്ല സാറ്, മാർക്ക് കൂട്ടിക്കൊടുത്തില്ലേ? ഓഹോ, എത്ര മാർക്ക്? സാറേ ഞാൻ പറയാം സാറേ, കോപ്പി പോലും അടിക്കാതെ എനിക്ക് 2. ഈ നിൽക്കുന്ന മണ്ടന് എങ്ങനെയോ 2.5. ഈ തെണ്ടിക്ക് 4 സാറേ. കൂടെ നടന്നിട്ട് ഒരുമാതിരി ഉമ്മാക്കിയ പരിപാടിയില്ല സാറേ കാണിച്ചു. സാറേ പിടിച്ചോ സാറേ, വിളിച്ചോറിനെ കുറപ്പിക്കൊന്നും വേണ്ട. മോന്റെ പേര് പറഞ്ഞൊരു ഫ്ലെക്സ് വിളിച്ച് പറയട്ടെ, കേരളത്തിൽ ഉമ്മാക്കി വിജയം കരസ്ഥമാക്കിയെന്നും പറഞ്ഞു. താഴെ ഞങ്ങളുടെ ചവിട്ടി പണ്ട ഞാൻ പൊട്ടിക്കും. എടാ +2 തീരാറായി, നിനക്കൊക്കെ എന്തെങ്കിലും ലക്ഷ്യബോധം ഉണ്ടോ? ആ സാറേ, നീറ്റ് എഴുതി കിട്ടിയ MBBS പോകണം. നിന്റെ 4 അരിയായിട്ട് അങ്ങോട്ട് ചെല്ല്. സാറേ MBBS എഞ്ചിനീയറിംഗ് ഒന്നും അല്ല, ഞങ്ങൾ BCom വിത്ത് ACC ചെയ്യാൻ പോകും. എവിടെ? AAA കൊമേഴ്സ് അക്കാഡമിയിൽ. വേൾഡ് റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ ഉള്ള അക്കാഡമിയാണ്. ഇനി നീയൊക്കെ സയൻസ് അല്ലേടാ? സയൻസ് അല്ല, ഏത് സ്ട്രീമാർക്ക് ACC ചെയ്യാൻ പറ്റും. ബിടെക്കിന് MBBS-നെ പൈസയും കുറവാ, സമയം കുറവാ, അതുമല്ല സെയിം റെപ്യൂട്ടേഷൻ സാലറിയും കിട്ടുകയും ചെയ്യും. പിന്നെ AAA പഠിക്കുകയാണെങ്കിൽ 13 എക്സാമുകളിൽ 4 എക്സാം മാത്രം എഴുതിയാൽ മതി. അത്രയും എക്സാം ഫീസ് ലാഭിക്കും. അത് ശരി. അത് മാത്രമല്ല, അവിടെ അഡ്മിഷൻ എടുക്കുന്ന ആദ്യത്തെ 100 പേർക്ക് ACC കോച്ചിങ് ഫ്രീ ആണ്. ഈ 2-4 മാച്ച് നിനക്കൊക്കെ എന്തിനാ ഇത്? വല്ല ഉപകാരമുള്ളവന്മാർക്ക് പറഞ്ഞു കൊടുക്കും. അതല്ല സാറേ, നമ്മൾ മിഡിൽ ബെഞ്ചേഴ്സാ, സമ്മതിച്ച്. സമ്മതിക്കണം. പക്ഷെ അവനെ ഇനി ഫ്രണ്ട് ബെഞ്ച് ഇരുത്താം. അല്ല, അങ്ങനെ ഇരുത്താ 2 അരയല്ലേ ഫ്രണ്ട് ബെഞ്ച് ഇരിക്കാം. കുഴപ്പമില്ല. അപ്പൊ ഞാൻ ബാക്ക് ബെഞ്ചിൽ. നീ ബാക്ക് ബെഞ്ച് അല്ല, അതിന്റെ ബാക്കിൽ തറയിലിരിക്കണം. നടക്കണ അല്ലാണോ? നടക്കണ. 2 മാർക്ക് എന്ത് ബുദ്ധിമുട്ട് വാങ്ങിച്ചോന്ന് അറിയോ? സാറേ ഞാൻ വെളുപ്പിനിരുന്ന് പഠിച്ച സാറേ. അന്ന് രാത്രി നിന്റെ വീട്ടിൽ കറണ്ട് ഇല്ലേ? നടയടാ.